ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് പറയാൻ നമ്മുടെ സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് നമുക്ക് നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ആക്ച്വലി സ്ലൈസിൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഞാൻ ആക്ച്വലി സ്ലൈസ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വറീസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ FD ഇടുന്നത് സേഫ് ആണ്, നമുക്ക് അത്യാവശ്യം FD റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിൽ. പിന്നെ അവർ ആക്ച്വലി സ്ലൈസിൻ്റെ UP ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വന്നില്ലേ, വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ നമുക്ക് കുറേ പേർക്ക് കിട്ടിയത് കാരണം. അപ്പോൾ അതേപോലത്തെ ഒരു UP ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. ഫിസിക്കൽ കാർഡ് ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ ഫിസിക്കൽ കാർഡ് വരുന്നതെന്ന് അറിയില്ല, വെർച്വൽ കാർഡ് മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഇത് ആക്ച്വലി എന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസ് എന്ന് പറഞ്ഞ ആപ്പ് ആക്ച്വലി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അവർക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ട്, വേണമെങ്കിൽ സ്ലൈസ് ബാങ്ക് എന്ന് പറയാം അവരെ. നമ്മുടെ ബാംഗ്ലൂരൊക്കെ അവർക്ക് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. UPI എനേബിൾഡ് ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ATM കൗണ്ടറൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇനി അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പോൾ വഴിയിൽ നിൽക്കണം, എൻ്റെ വീടിൻ്റെ ജസ്റ്റ് മുമ്പിലാട്ടാ. എന്തായാലും ഇന്ന് കാറിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ സ്ഥിരം നമ്മൾ നോർമലി റൂമിൽ ഇരുന്നിട്ടാണല്ലോ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ട്രൈ ചെയ്തു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ വെറൈറ്റി ഇല്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ പണ്ട് നമ്മുടെ മെയിൻ ചാനലൊക്കെ ചെയ്യാറുള്ളതാണ്, പണ്ടോട്ട് ചെയ്യാറുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത്. അതുപോലെ ഓഫീസിൽ നമുക്ക് പോയി വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചാനലൊക്കെ എടുക്കാം, അല്ലെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവരാണെങ്കിൽ നമ്മുടെ 2 ചാനൽസും കാണാത്തവരൊക്കെ കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. പിന്നെ പറയാൻ വന്നത് നമ്മളെന്താ വെച്ചാൽ സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കാറിലായതുകൊണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJIൻ്റെ ആക്ഷൻ 4 എന്ന് പറഞ്ഞാൽ ആക്ഷൻ ക്യാമറയിലാണ്. ഞാൻ പണ്ട് GoPro കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. എൻ്റെ പോക്കറ്റ് 3 ഉണ്ട്, ഇപ്പോൾ ആക്ഷൻ 2 ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സെൽ ഔട്ടായി. എനിക്കിപ്പോൾ അവരുടെ DJIൻ്റെ എനിക്ക് എല്ലാ പ്രൊഡക്ട്സുകളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം എടുക്കുന്ന ഈ സാധനമാണ് DJIയുടെ ആക്ഷൻ 4. പക്ഷേ അതിന് ശേഷം ഞാൻ സത്യം പറയാമല്ലോ, DJIൻ്റെ ഒരു ഫാനായി എന്നാണ് പറയാം. പക്ഷേ അത്രയും ക്വാളിറ്റിയും സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ. ഇതിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. UPI ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം, ഇതാണ് എൻ്റെ ഹോം പേജ് വരെ. അത് നമുക്ക് UPI എനേബിൾഡ് സംഭവമാണ്. നമുക്കിതിൽ UPI എല്ലാ ഗൂഗിൾ പേ ആപ്പിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒരു ഇഷ്യൂസൊന്നുമില്ല. നോർമൽ പോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം, അല്ലെങ്കിൽ സ്ലൈസ് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് കാണാം. ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്കിതിൽ വെർച്വൽ കാർഡും ഡെബിറ്റ് കാർഡ്, നമുക്ക് വെർച്വൽ കാർഡ് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ മാത്രം കാശ് കൊടുത്താൽ മതി. ഞാൻ നോർമലി ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഫിസിക്കൽ കാർഡ് എടുക്കാറില്ല, വെർച്വൽ കാർഡ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. വെർച്വൽ കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെയിലി വീക്ക്ലി ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു BYDയുടെ വണ്ടി അത് പോയി, അല്ലെങ്കിൽ കാണിച്ചായിരുന്നു, കിടിലൻ ഒരു സാധനം കേട്ടോ. നമ്മുടെ ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. റെഫറൽ ലിങ്കാണ്. നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ വരെ കിട്ടാം. വേണം അപ് ടു 250 രൂപ നിങ്ങൾക്കും കിട്ടാം, എനിക്കും കൂട്ടാം. അങ്ങനെയാണ് ഒരു ഗെയിം പോലത്തെ പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാതാണ് കണ്ടു. ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ നോർമലി യൂസ് ചെയ്യാറില്ല. 1800 സംതിങ് വരുന്നുണ്ട്. ഞാൻ ചില ആമസോൺ റീഫണ്ടൊക്കെ വരുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹോം പേജ് ആയിട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഏൺ അപ് ടു 250 ഒഫീഷ്യൽ റെഫറൽ ലിങ്കാണ് കേട്ടോ. കണ്ടോ, ഇൻവൈറ്റ് ആണ് ഏൺ അപ് ടു 250. ഈ സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കും കിട്ടും, ചിലപ്പോൾ എനിക്കും കിട്ടും. ഫസ്റ്റ് UPI ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ് ടു ആണ്. അപ്പോൾ എനിക്ക് നോർമലി ഒരു 80 രൂപ 50 രൂപ ഒക്കെ കിട്ടാറുണ്ട്, 20 രൂപ അങ്ങനെ കുറേ ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വെറുതെ കിട്ടുന്നതാണല്ലോ. പിന്നെ നമുക്ക് പ്ലേ ആൻഡ് വിൻ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഗെയിം പോലത്തെ സംഭവം വരും. അത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാഷ് ബാക്ക് തന്നെ കിട്ടുക. അത് അങ്ങനത്തെ പരിപാടി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഉള്ളിൽ പോയി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടോ. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ കാണാൻ കണ്ടോ. കാർഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഫിസിക്കൽ കാർഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതിപ്പോൾ എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ വരും. ഞാൻ അത് കണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാർഡ് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് UPIയിൽ ആഡ് ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ ചെക്ക് ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഓർഡർ ചെക്ക് ബുക്ക് കൊടുത്താൽ കണ്ടു നമ്മുടെ അഡ്രസ്സിലേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിഗ്നേച്ചർ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ചെക്ക് ബുക്ക് സിഗ്നേച്ചർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എനേബിൾഡ് ആയിട്ട് വേണം. നിങ്ങൾ ഓൺലൈൻ അക്കൗണ്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സിഗ്നേച്ചർ അതിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കോട്ടക്കിൻ്റെ 21 അക്കൗണ്ട് ഒന്നും ചില സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ബുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനാകുമ്പോൾ നമുക്ക് ജസ്റ്റ് സിഗ്നേച്ചർ ഇതിലിട്ടിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാട്ടെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. പിന്നെ നമുക്കതിൽ ഞാൻ പറഞ്ഞല്ലോ ഡെപ്പോസിറ്റ് പരിപാടി ഉണ്ട്. ഇതാണ് നമ്മുടെ 8.5% വരെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്. ലോക്ക് ഇൻ പീരീഡും കാര്യങ്ങളൊന്നുമില്ല. 5 ലക്ഷം രൂപ വരെ നമുക്ക് RBIയുടെ അണ്ടറിൽ വരുന്ന DICGC ഇൻഷുറൻസ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ RBIയുടെ അണ്ടറിൽ വരുന്ന ബാങ്ക് തന്നെയാണ്, ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം.
നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിൽക്കണം. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് സൈഡിലേക്കൊക്കെ നോക്കണം കേട്ടോ. പറയുമ്പോൾ ഞാൻ ഒതുക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും എന്തായാലും. പിന്നെന്താ, ലോക്കിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ല. 8.5% വരെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാറുണ്ട്. 1 ലക്ഷം രൂപ 8.5% ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് 1.5 കൊല്ലത്തേക്ക് ഇട്ടാൽ കിട്ടും കേട്ടോ. 3 കൊല്ലത്തേക്കാണെങ്കിൽ 8.25%, 1 കൊല്ലത്തേക്കാണെങ്കിൽ 8%, 6 മാസത്തേക്കാണെങ്കിൽ 6.75% ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഓൾറെഡി പ്ലാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ സംഭവം നിർത്തി നോക്കട്ടെ. എന്ന് വെച്ചാൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയി തുടങ്ങി. എല്ലാവരും ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ഞാൻ എൻ്റെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിർത്തി ഇപ്പോൾ നോർമൽ അത് സാധാ ബാങ്കിലേക്ക് മാറ്റി അവർ. അപ്പോൾ അതിനുശേഷം ഞാൻ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ നോർമലി എൻ്റെ മെയിൻ സാലറി അക്കൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ബാക്കിയൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. ആക്സിസ് ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ. അമ്മമാര് ഇപ്പോൾ കണ്ടില്ല, ICICI ബാങ്ക് 50,000 രൂപയ്ക്കാണ് മിനിമം ബാലൻസ് ആക്കിക്കുന്നത്. എന്ന് വെച്ചാൽ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വമ്പൻ നഷ്ടമാണ്. ഇവന്മാർ ഇതിൻ്റെ പേരിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് കാശ് ഉണ്ടാക്കുന്നത് ബാങ്കുകൾ. അതാണ് അവർ ഇങ്ങനെ കൂട്ടി വരുന്നത്. അവർ പണി നോക്കാൻ പറയാം, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, പിന്നെ എന്ത് വാങ്ങിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്ക ആൾക്കാർക്കും സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങളൊന്ന് മെയിനായിട്ട് എടുക്കണമെന്നില്ല. മെയിൻ പ്രൈമറി അക്കൗണ്ട് ആക്കണ്ട, നിങ്ങൾ സെക്കൻഡറി അക്കൗണ്ടോ തേർഡ് അക്കൗണ്ടോ ഒരു നോർമലി നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് മിനിമം ഒരു 5 അക്കൗണ്ടുകൾ എടുത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ലേ, ഇഷ്ടം പോലെ സൈബറൊക്കെ ഫ്രീസിങ്ങും സംഭവം എപ്പോഴാണ് ആ ബാങ്ക് ഫ്രീസ് ആകുമെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സുകൾ എടുത്തിട്ട് അതിന് നമ്മളെ എന്താ പറയുക ട്രാൻസാക്ഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ പ്രൈമറി അക്കൗണ്ടൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ എനിക്ക് ഡെയിലി ഇതിനെ കുറിച്ച് കമൻറ്റും വരുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊറീസും വരുന്നുണ്ട്, വാട്സപ്പിലേക്ക് അടക്കം വരുന്നുണ്ട്. ഞാൻ നമ്മുടെ പ്രൊഡക്ട്സ് ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ OnePlus Nord CE5 ഇപ്പോൾ വിൽക്കാണ്ട്, അതുപോലെ തന്നെ നമ്മുടെ iQ13 വിൽക്കാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വെറുതെ വലിച്ചു കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ 7 മിനിറ്റ് ആയി. അത് കാണാം. Bye.